ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിൽ ചാപ്റ്റർ 25 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഹാലോജൻസ്. ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മുൻപത്തെ ലെസണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബൺസ്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺസ് വിച്ച് ആർ കോൾഡ് എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്നല്ലേ. ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് അവിടെ ഹാലജൻ ആറ്റംസ് വരുന്ന കോമ്പൗണ്ട്സ് ആണ് ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും. അപ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നോർമലി ഇൻഡസ്ട്രിയൽ പർപ്പസിനും കൂടാതെ ഡൊമസ്റ്റിക് യൂസസിനും ഈ ഒരു കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫാർമസ്യൂട്ടിക്കൽസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ സോൾവൻസ് ആയിട്ടുണ്ട്. പിന്നെ ഡ്രൈ ക്ലീനിങ് ഏജൻസും പെസ്റ്റിസൈഡ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു ഹാലോ ആൽക്കീൻസിനെ അരീൻസിനെ. ഈ ഒരു ലെസണിൽ നമ്മൾ ഇന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെ ചെയ്യാം, നെയിമിങ് എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻസ് ആൻഡ് ഇതിൻ്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് അതിൻ്റെ നെയിമിങ് എങ്ങനെയാണ് ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും നെയിം ചെയ്യുന്നത്. ഇതിൻ്റെ സർട്ടൻ റൂൾസ് ആണ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നെയിമിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് റൂളായിട്ട് വരുന്നത് ദ ലോങ്ങസ്റ്റ് ചെയിൻ ഓഫ് ദി കാർബൺ ആറ്റംസ് ബിയറിംഗ് ദി ഹാലജൻ ആറ്റം ഈസ് സിലക്റ്റഡ്. അതായത് നമുക്ക് ഹാലജൻ ആറ്റത്തെ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ 4 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ. അതിൽ രണ്ടാമതായിട്ട് നിൽക്കുന്നതിലാണ് ക്ലോറിൻ അല്ലെങ്കിൽ ഹാലജൻ ആറ്റമാണ് ക്ലോറിൻ വരുന്നത്, അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റൊരു എക്സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിലെന്താണ് ലോങ്ങസ്റ്റ് ചെയിൻ എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത് നോക്കുന്നത് നമ്പറിംഗ് ഓഫ് ദി കാർബൺ ആറ്റംസ് ഇൻ ദി chain is done in such a way that the carbon atom bearing the halogen atom gets the lowest number. ഇവിടെ നിങ്ങൾ നോക്കൂ, 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതിൻ്റെ നെയിമിംഗാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ നോക്കാം. അതിൽ പിന്നീട് നമ്പറിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്തു. ഫസ്റ്റ് ഇവിടെ 1 തുടങ്ങി 2 3 4 ഇങ്ങനെ ഒരു നമ്പറിങ് ചെയ്തു. ഇനി സെക്കൻഡ് നമ്പറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യാൻ തുടങ്ങിയത്. അതായത് 1 2 3 4. ഇതിൽ ഏത് മെത്തേഡാണ് കറക്റ്റ് എന്നാണ് നോക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ റൂൾ പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിക്കാം. നമ്പറിങ് ഓഫ് ദി കാർബൺ ആറ്റംസ് ഇൻ ദി ചെയിൻ ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദി കാർബൺ ആറ്റം ബിയറിംഗ് ദി ഹാലജൻ ആറ്റം ഗെറ്റ്സ് ദി ലോവസ്റ്റ് നമ്പർ. അതായത് ഹാലജൻ ആറ്റത്തിനെ കൺസിസ്റ്റ് ചെയ്യുന്ന കാർബൺ ആറ്റം ഉണ്ടാവല്ലോ, അത് ലോവസ്റ്റ് നമ്പറാണെന്ന്. ഇവിടെ എന്താണ് ഫസ്റ്റ് മെത്തേഡിൽ രണ്ടാമതായിട്ടാണ് ക്ലോറിൻ്റെ പൊസിഷൻ അല്ലേ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ക്ലോറിൻ ബിയർ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഈ ഒരു നമ്പറിങ്ങിൽ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ക്ലോറിൻ ബിയർ ചെയ്യുന്നത്. അപ്പോൾ വിച്ച് വൺ ഈസ് കറക്റ്റ്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. അതായത് ലീസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഇങ്ങനെ നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ രണ്ടാമത്തെ റൂളായിട്ട് പറയുന്നത്. ഫസ്റ്റ് ലോങ്ങസ്റ്റ് ചെയിൻ കൺസിസ്റ്റ് ചെയ്യാം, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആയിട്ട് നമ്മൾ നമ്പർ ചെയ്യാം. ഇതിപ്പോൾ 2 തരത്തിൽ നിങ്ങൾക്ക് ഷോൺ ചെയ്തെന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആയിട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹാലജൻ ആറ്റം ഏത് കാർബൺ ആറ്റവുമായിട്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന നമ്പറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ദ വേർഡ് ക്ലോറോ ഈസ് പ്രിഫിക്സ്ഡ് ടു ദി പാരൻറ്റ് ഹൈഡ്രോകാർബൺ നെയിം. ഇവിടെ പാരൻറ്റ് ഹൈഡ്രോകാർബൺ എന്താണ്? നോർമലി നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ IUPAC നെയിം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആലിഫാറ്റിക് ആയിട്ടുള്ള ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെത്. ഇവിടെ നമുക്ക് 4 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബ്യൂട്ട് എന്ന് എഴുതാം.
ഇനി ഇതെവിടെയാണ്? ഇവിടെ സിംഗിൾ ബോണ്ടല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കാർബൺ ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് സിംഗിൾ ബോണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ആൽക്കെയിൻ ആയിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് ബ്യൂട്ടെയിൻ. ഇനി ഇതൊരു ഹാലജൻ ഗ്രൂപ്പിനെ, ഹാലജൻ ആറ്റത്തിനെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹാലജൻ ആറ്റത്തിനെ കൺസിസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ സെക്കൻഡ് നമ്മൾ എഴുതി. ഇനി ഈ ഒരു ഹാലജൻ ആറ്റം അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഒക്കെ പ്രിഫിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലോറിൻ ആറ്റമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രിഫിക്സിൽ ഈ ഒരു ഹൈഡ്രോ കാർബൺ ആറ്റത്തിൻ്റെ മുൻപേ എന്നാണ് പ്രിഫിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് മുമ്പേ വരുമ്പം ആറ്റം വരുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ നമ്മൾ എഴുതുമ്പം ക്ലോറോ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബ്രോമിൻ ആണ് ഇവിടെ വരുന്നതെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു ക്ലോറിന് പകരം ബ്രോമിൻ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ എഴുതേണ്ടത് ബ്രോമോ എന്നാണ്. അങ്ങനെ ടോട്ടൽ നോക്കുന്നതാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം എങ്ങനെ വരും? അതായത് ഫസ്റ്റ് അതിൻ്റെ പൊസിഷൻ എഴുതാം, പിന്നെ ഏത് ഹാലജൻ ആറ്റം ആണോ അത് ക്ലോറോ ആ ഒരു ഇതിൽ പ്രിഫിക്സ് ആയിട്ട് എഴുതാം, പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണും എഴുതാം. ഇങ്ങനെയാണ് ഇതിൻ്റെ മൂന്നാമത്തെ ലോ പറയുന്നത്. ഇനി നാലാമതായിട്ട് നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് ആൽക്കെയിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹാലോ ആൽക്കീൻസ്. അപ്പോൾ അതവിടെ തീർന്നു കേട്ടോ. മൂന്നാമത്തെ നെയിമിങ്ങിൻ്റെ മൂന്നാമത്തെ റൂള് അവിടെ തീർന്നു. ഫസ്റ്റ് ലോങ്ങസ്റ്റ് ചെയിൻ, പിന്നെ രണ്ടാമത് നോക്കേണ്ടത് അതിൻ്റെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നമ്മൾ നമ്പറിങ് ചെയ്യുക. അതിൽ ലീസ്റ്റ് ആയിട്ട് വരുന്ന കാർബൺ ആറ്റം, ഹാലജൻ ആറ്റത്തെ ബിയർ ചെയ്യുന്ന ലീസ്റ്റ് കാർബൺ ആറ്റത്തിനാണ് അതിൻ്റെ പൊസിഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു ഹാലജൻ ആറ്റംസ് ഒക്കെ നമ്മുടെ മെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ പ്രിഫിക്സ് ആയിട്ട് മുന്നിലായിട്ടാണ് എഴുതേണ്ടത്. ഇനി നാലാമത്തെ ഒരു കേസ് ഇവിടെ പറയുന്നത്, ഇൻ കേസ് ഓഫ് ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹാലോ ആൽക്കീൻസ് ദ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് ഹാലജൻ ആറ്റം ഈസ് സെലക്റ്റഡ് ഫോർ നമ്പറിങ്. നമ്മൾ കുറച്ച് മുൻപേ പഠിച്ചത് എന്താണ്? ഹാലജൻ ആറ്റത്തിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഹൈഡ്രോ കാർബൺസിനെയാണ്. പക്ഷേ ഇൻ കേസ് ഇവിടെ ഒരു ആൽക്കൈലും കൂടെ വരുന്നതാണെങ്കിൽ എങ്ങനെയായിരിക്കും നെയിമിങ് ചെയ്യുന്നത്? ഇവിടെയും നമ്മൾ നോക്കുന്നത് ലോങ്ങസ്റ്റ് ചെയിൻ തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾ നോക്കൂ. ഇവർ പറയുന്നത് ആ ഒരു ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെയ്ൻ ചെയ്യണം. ആ ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു ലോങ്ങസ്റ്റ് ചെയിൻ എന്തിനെ കണ്ടെയ്ൻ ചെയ്യണം? ഹാലജൻ ആറ്റത്തെ കണ്ടെയ്ൻ ചെയ്യുന്ന ലോങ്ങസ്റ്റ് ചെയിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് CH3 CH2. ഇവിടെയാണ് CH3 വരുന്നത് ആൻഡ് ദിസ് സൈഡ് Cl വരുന്നത്. ഫസ്റ്റ് നമ്മൾ നമ്പർ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 2 3 അല്ലേ? ഇതൊരു ലോങ്ങസ്റ്റ് ചെയിനാണ് വരുന്നത്. 3 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഇതിലെന്താണ് ഉൾക്കൊള്ളുന്നുണ്ട്? നമ്മുടെ ഹാലജൻ ആറ്റവും ഈ ഒരു ചെയിനിൽ തന്നെ ബിയർ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CH2. ഇവിടെ നിങ്ങൾ നോക്കൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ നമുക്കൊരു ചെയിൻ എടുക്കാൻ പറ്റത്തില്ല. ദറ്റ് ഈസ് ഇങ്ങനെ ഒരു ചെയിൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? കാർബൺ വരുന്നത് ദറ്റ് ഈസ് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ, അതും 3 തന്നെ വരുന്നത്. അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3. ഈ ഒരു മൂന്നാമത്തെ കാർബൺ എന്തിനെ ബിയർ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹാലജൻ ആറ്റത്തിനെ ബിയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതും പോസിബിളാണ് അല്ലേ? ഇതാണ് ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ലോങ്ങസ്റ്റ് ചെയിനെ എടുക്കാം. ആ ഒരു ലോങ്ങസ്റ്റ് ചെയിന് ഇവിടെ 3 ഗ്രൂപ്പേ വരുന്നുള്ളൂ, 3 കാർബൺ ആറ്റമേ വരുന്നുള്ളൂ. അത് ഹാലജൻ, ഈ ഒരു ക്ലോറിൻ എന്ന ഹാലജനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ എടുക്കാന്നുണ്ടെങ്കിൽ പോലും ഇവിടെയും 3 കാർബൺ ആറ്റം 1 2 3 3 കാർബൺ ആറ്റം, അതിൽ മൂന്നാമത്തെ കാർബൺ ആറ്റം ഹാലജനെ ബെയർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് 1 ഈസ് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. പക്ഷേ രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കൂ. നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനദർ മെത്തേഡാണ്. ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്
റോങ് ആയിട്ടുള്ള കേസാണ് വരുന്നത്. കാരണം നമ്മുടെ ഹാലജൻ ആറ്റത്തിന് ഇത് കൺസിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വേറൊരു റൂൾ എന്ന് പറയുന്നത്. ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടും കൂടെ ഹാലോ ആൽക്കെയിൻസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കണം. ലോങ്ങസ്റ്റ് ചെയിനിൽ തന്നെ ആ ഒരു ലോങ്ങസ്റ്റ് ചെയിൻ ഹാലജൻ ആറ്റത്തിനെ കൺസിസ്റ്റ് ചെയ്യണം. ഇനി അഞ്ചാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ ഹാലജൻ ആറ്റം പ്രസൻ്റ് ആണെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൽ ഫസ്റ്റ് ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ആ ഒരു ലോങ്ങസ്റ്റ് ചെയിനിൽ മാക്സിമം നമ്പർ ഓഫ് ഹാലജൻ ആറ്റം ഉണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം IUPAC നെയിം ചെയ്യുമ്പം അതിൽ ലോങ്ങസ്റ്റ് ചെയിനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിൽ നമ്മൾ നമ്പറിങ് ചെയ്തിട്ട് നമുക്കത് മനസ്സിലാക്കാം ഇതിലേതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ വരുന്നതെന്ന്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് പ്രിഫിക്സസ് വരുമ്പം ഈ ഒരു കേസിൽ അഞ്ചാമത്തെ റൂൾ പ്രകാരം നമ്മൾ കൂടുതലും രണ്ടോ അതിലധികമോ ഹാലജൻ ആറ്റംസ് പ്രസൻറ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഇവിടെ ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രണ്ട് ആറ്റംസ് ഹാലജൻ ആറ്റംസ് വരുമ്പോൾ നമ്മളത് ഡൈ എന്ന് പറയുന്നു. ഇനി 3 ഒരേ ഹാലജൻ ആറ്റംസ് തന്നെ വരുമ്പോൾ അത് ട്രൈ എന്ന് പറയും. 4 എണ്ണാണെങ്കിൽ ടെട്ര. ഈ ഒരു കേസിലാണ് പോകുന്നത്. ആൻഡ് ആർ എയ്ഡഡ് ബിഫോർ ദ നെയിം ഓഫ് ദി ഹാലജൻ ആറ്റം ടു ഇൻഡിക്കേറ്റ് ദി നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫസ്റ്റത്തുള്ള എക്സാമ്പിളിൽ ആദ്യം നമ്മൾ നമ്പറിങ് ചെയ്യില്ല. ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത് ഏതാണ്? ദിസ് 1 അല്ലേ? ഇതിൽ 1 2 ഇങ്ങനെ നമ്പർ ചെയ്യാം, 1 2 ഇങ്ങനെ നമ്പർ ചെയ്യാം. ഇതിൽ ഹാലജൻ ആറ്റത്തിന് കൺസിസ്റ്റ് ചെയ്യുന്ന കാർബൺ ആറ്റം ഇതാണ്. അപ്പോൾ ലീസ്റ്റ് നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈ ഒരു നമ്പർ. ഇങ്ങനെ നമ്പറിങ് ചെയ്തതാണ് നമ്മൾ നോക്കേണ്ടത്. ഹെൻസ് ഇറ്റ് ഈസ് ഇവിടെ 1 ഫസ്റ്റ് പൊസിഷനിലാണ് 2 ക്ലോറിനും. ഈ ഒരു ക്ലോറിനും കൺസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്ലോറിനും. അപ്പം 1 1 ക്ലോറിന് 2 സെയിം ആണല്ലോ, ഹാലജൻ ആറ്റം 2 സെയിം ആയതിനെ കൊണ്ട് അത് ഡൈ എന്ന് വരും. ഇവിടെ ഒരു ക്ലോറിൻ ആറ്റം കൂടെ ഉണ്ടെങ്കിൽ അത് ട്രൈ എന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ 2 ക്ലോറിൻ ആറ്റം വരുന്നത്, ഹെൻസ് ഇറ്റ് ഈസ് ഡൈ അല്ലേ? പിന്നെ ഏതാണ് ഹാലജൻ ആറ്റം വരുന്നത്? ക്ലോറിൻ ആണ്. അപ്പോൾ ക്ലോറിൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? പ്രിഫിക്സ് ആയിട്ട് ക്ലോറോ എന്നാണ് എഴുതേണ്ടത്. പിന്നെ ഇവിടെ എത്രയാണ്? 2 കാർബൺ ആറ്റം മെയിൻ ആയിട്ടുള്ളൂ. അതാണ് പിന്നെ എഴുതേണ്ടത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ വരുന്നത് ബ്രാക്കറ്റ് ഉണ്ടാവരുത് കേട്ടോ, ബ്രാക്കറ്റ് അല്ല. ഹൈഡ്രോ കാർബൺ 2 എണ്ണം വരുമ്പോൾ നമ്മൾ എത്ത് എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ എത്ത് സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ദറ്റ് ഈസ് ഡൈക്ലോറോ ഈത്തേൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നോക്കാം. ലോങ്ങസ്റ്റ് ചെയിനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 1 2 3 ഇങ്ങനെ നമ്പറിങ് ചെയ്യാം. കൂടാതെ 1 2 3. ഇപ്പോൾ ഹാലജൻ ആറ്റത്തിന് കൺസിസ്റ്റ് ചെയ്യുന്ന ചെയിനിൽ ഏറ്റവും ലീസ്റ്റ് നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ലീസ്റ്റ് നമ്പർ വരുന്നത് ഇവിടെയും ഇത് 2 ആണല്ലേ? അപ്പോൾ അത് 2 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിലുള്ളത് നോക്കിയാൽ 2ഉം 3 ആണ്. 2ഉം 3ഉം 1ഉം 2 ആണ് ഏറ്റവും ലീസ്റ്റ്. 1 and 2 ആണ് ലീസ്റ്റ് വരുന്നത്. അപ്പം 1 2 എഴുതി. ഇനി ഇവിടെ നമുക്ക് 2 ഉള്ളത് ബ്രോമിൻ ആറ്റംസ് ആണ്. അതുകൊണ്ട് നമ്മൾ 2 ബ്രോമിൻ ആറ്റം ഉള്ളതുകൊണ്ട് ഡൈ ബ്രോമോ എന്ന് എഴുതി. ഡൈ ബ്രോമോ. പിന്നെ 1 2 3 3 കാർബൺ ആറ്റം ആണല്ലോ. അപ്പോൾ പ്രൊപ്പ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്, പ്രൊപ്പ്. പിന്നെ സിംഗിൾ ബോണ്ട് ആയതിനെ കൊണ്ട് എ. ഹെൻസ് ഇറ്റ് ഈസ് 1 2 ഡൈ ബ്രോമോ പ്രൊപ്പെയിൻ ആണ് ഇത് വരുന്നത്. പിന്നെ നിങ്ങൾ ഒരു വേറെ അനദർ കേസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ബ്രോമിന് പകരം ക്ലോറിൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. ദറ്റ് ഈസ് സെയിം പൊസിഷനൊക്കെ സെയിം ആയിരിക്കും അല്ലേ? 1 2 3 1 2 3. അപ്പം 1 2 സോറി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. അപ്പം ബ്രോമിൻ്റെ കേസിൽ എന്താണ്? 1 സോറി, ലെറ്റർ കഴിഞ്ഞ് നമ്മളിപ്പം ഒരു ഇത് കഴിഞ്ഞിട്ട് ലെറ്റർ എഴുതുമ്പം അവിടെ
ഹൈഫൻ ആണ് കേട്ടോ ഇടേണ്ടത്. ഫസ്റ്റ് 1 ഹൈഫൻ ബ്രോമോ കോമ രണ്ടാമത്തെ പൊസിഷനിൽ എന്താണ് ക്ലോറിൻ ആണ് വരുന്നത് അല്ലേ. 2 ഹൈഫൻ ക്ലോറോ പിന്നെ മറ്റേ ഹൈഡ്രോ കാർബൺ എഴുതുക അതിൻ്റെ ഷെയിന് പ്രൊപ്പെയിൻ. അങ്ങനെയായിരിക്കും ആ ഒരു കോമ്പൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കേസ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ലോങ്ങസ്റ്റ് ചെയിനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എങ്ങനെ നമുക്ക് നമ്പറിങ് ചെയ്യാം. 1 2 3 4 1 2 3 5 6. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ക്ലോറിൻ ആറ്റം വരുന്നുണ്ട് ഇത് ആൽക്കൈൽ ആൻഡ് ഇവിടെ ഒരു ക്ലോറിൻ. ഇവിടെ ഒരു ലോങ്ങസ്റ്റ് ചെയിനുള്ള പോസിബിലിറ്റി ഇല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ. ഇത് ഞാനൊന്ന് തിരിച്ച് എഴുതാം. CH3 CH2 CH CH2 CH CH3. ദാറ്റ് ഈസ് ഇങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തു. ഇവിടെ CH2നെ എന്താക്കി എഴുതി? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോർമുലയിലേക്ക് മാറ്റി. അപ്പം നമുക്ക് നമ്പർ ചെയ്യുമ്പോൾ 1 2 രണ്ടാമത്തെ കാർബൺ ആറ്റം 3 4 5 6 അല്ലേ. നേരത്തത് അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഷെയ്ഡ് കൊടുക്കാം. 1 2 3 4 5 6 ഈ ഒരു ഇതിലാണ് വരുന്നത്. അപ്പം ക്ലോറിൻ്റെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എടുക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വരുന്നത് 2-ലാണ് വരുന്നത് ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് 5-ലാണ്. ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 2 5 ഡൈക്ലോറോ, 2 ക്ലോറിൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഡൈക്ലോറോ. പിന്നെ മൂന്നാമത്തെ ചെയിനിലാണ് ഇത് വരുന്നത്. മൂന്നാമത്തെ ചെയിനിൽ എന്താ വരുന്നത്? ഈത്തൈൽ വരുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് 3 ഈത്തൈൽ. പിന്നെ ടോട്ടൽ നമുക്ക് വരുന്ന ഹൈഡ്രോ കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്സ് ആണ്. 6 എണ്ണാണ് വരുന്നത് ലോങ്ങസ്റ്റ് ചെയിന്. പിന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെക്സെയിൻ എന്ന് വരുന്നു. അപ്പം ഇതിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിമിങ് വരുന്നത് 2 5 ഡൈക്ലോറോ 3 ഈത്തൈൽ ഹെക്സെയിൻ എന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് IUPAC നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കുറച്ച് ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നോർമൽ IUPAC നെയിമും അതിൻ്റെ കോമൺ നെയിമും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ കുറച്ച് മുൻപ് നമ്മൾ പഠിച്ചത് ഹാലോ ആൽക്കെയിൻസിനെ കുറിച്ചിട്ടാണ്. ഇനി ഹാലോ അരീൻസിനെ എങ്ങനെ നെയിമിങ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഹാലോ അരീൻസ് ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ബെൻസീൻ റിംഗ് സ്ട്രക്ചർ ആണല്ലോ വരുന്നത്. ഇതൊരു ആരോമാറ്റിക് റിങ്ങുമായിട്ടാണ് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ARX, ഈ ഒരു AR എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരോമാറ്റിക് റിംഗ് ആണ്. ദാറ്റ് ഈസ് ഈ ഒരു റിംഗ് ഉണ്ടാവുമല്ലോ, ഈ ഒരു റിങ്ങിനെയാണ് AR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് X ഡിനോട്ട്സ് ദി ഹാലജൻ ആറ്റംസ് അറിയില്ലേ, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതൊക്കെയാണ് ഹാലജൻ ആറ്റംസ്. അപ്പം AR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിങ്ങിനെയാണ് AR കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് X ഇസ് ഡിനോട്ടഡ് ആസ് ദി ഹാലജൻ ആറ്റംസ്. ഇനി ഹാലോ അറീൻസ് നെയിം ചെയ്യുമ്പോൾ പ്രിഫിക്സ് ആയിട്ടാണ് ക്ലോറോ, ബ്രോമോ, ഹാലജൻസിനെ കൊടുക്കേണ്ടത്. അതായത് ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ അയഡോ, എക്സെട്ര ഈ ഒരു ഫോമിലായിരിക്കും കേട്ടോ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലുണ്ടല്ലോ ഒരു റിലേറ്റീവ് പൊസിഷന്, ഹാലജൻ ആറ്റത്തിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഓർത്തോ, മെറ്റ, പാര എന്നിവ കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഓർത്തോ എന്ന് പറയുമ്പോൾ
ഓർത്തോ എന്ന് പറയുമ്പോൾ ഹാലജൻ ആറ്റം അത് പ്രസൻറ്റ് ചെയ്യുന്നത് 1 and 2 പൊസിഷൻ ആണെങ്കിൽ ഇതിനെ ഓർത്തോ എന്ന് പറയും. ഇനി മെറ്റ എന്ന് പറയുന്നത് 1 and 3 പൊസിഷനിൽ. അപ്പോൾ ഒറ്റ ഹാലജൻ ആറ്റം ആണെങ്കിൽ ഈ ഒരു ഓർത്തോ മെറ്റ പാര കേസസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ 2 ഹാലജൻ ആറ്റംസ് വരുമ്പോൾ ഒന്ന് ഫസ്റ്റ് പൊസിഷനിൽ ഒന്ന് രണ്ടാമത്തെ പൊസിഷനിലാണെങ്കിൽ നമ്മൾ ഇതിനെ ഓർത്തോ എന്ന് പറയും. ഇനി ഫസ്റ്റുള്ളത് ഒന്ന് ഫസ്റ്റ് പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലാണെങ്കിൽ മെറ്റ എന്നാണ് അതിനെ റെഫർ ചെയ്യുന്നത്. ഇനി 3rd കേസും കൂടെ ഉണ്ട്, ദറ്റ് ഈസ് പാര. പാര മീൻസ് 1 and 4th പൊസിഷനിൽ ആ ഒരു ബെൻസീൻ റിങ്ങിൽ ഹാലജൻ ആറ്റം വരുമ്പോൾ നമ്മൾ ഈ ഒരു നെയിമിങ് കൂടെ അവരെ ഓൾസോ പറയാറുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ് വരുന്നത് ഇതൊരു റിങ് ആണ് അല്ലേ, ബെൻസീൻ റിങ് ആണ് വരുന്നത്. ദറ്റ് ഈസ് ഇങ്ങനൊരു ബെൻസീൻ റിങ് വരുന്നുണ്ട്. അവിടെ ഒരു ഹാലജൻ ആറ്റം, ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലോറിൻ ആണ്. അപ്പം ഈ ഒരു ക്ലോറിൻ എന്തായിരിക്കും, പ്രിഫിക്സ് ആയിട്ടാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ദി ക്ലോറോ ബെൻസീൻ. ഇനി രണ്ടാമത്തെ ഇത് നോക്കാം നിങ്ങൾ. ഇവിടെ 2 ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലേ, ദറ്റ് ഈസ് ഒന്ന് അൽക്കൈൽ ആൻഡ് ഹാലജൻ. ഇവിടെ നിങ്ങൾ നെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് അൽക്കൈൽ വെച്ചിട്ട് 1 2 3 4 5 6 ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നെയിം ചെയ്യാം. നെയിമിങ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ്, രണ്ടാമത്തെ പൊസിഷനിലാണ് അല്ലേ നമ്മുടെ ക്ലോറിൻ ആറ്റം വരുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് 2 ക്ലോറോ ടൊളുവിൻ. ടൊളുവിൻ എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് കേട്ടോ ടൊളുവിൻ എന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൊളുവിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഒരു ക്ലോറിൻ ഹാലജൻ ആറ്റം കൂടെ വരുന്നത്. ഇതിൻ്റെ പൊസിഷൻ നോക്കൂ, രണ്ടാമത്തെ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ക്ലോറോ ടൊളുവിൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓർത്തോ മെറ്റ പാര കേസ്, അപ്പോൾ അതും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് 1 and 2nd പൊസിഷനിലായിട്ടാണ് ഈ ഒരു ഹാലജൻ ആറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓർത്തോ ക്ലോറോ ടൊളുവിൻ എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ. ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന സ്ട്രക്ചർ NCH ബെൻസീൻ റിങ്ങിൻ്റെ അകത്ത് ഒരു അൽക്കൈലും കൂട്ടി വന്നു കഴിഞ്ഞാൽ ഇത് ടൊളുവിൻ ആണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പം ഈ ഒരു ടൊളുവിനിലാണ് ഇവിടെ മൂന്നാമത്തെ പൊസിഷനിലാണ് ബ്രോമിൻ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു പൊസിഷനിൽ. അപ്പോൾ എന്തായിരിക്കും, മൂന്നാമത്തെ പൊസിഷനിലായതിനെ കൊണ്ട് അതിനെ 3 പൊസിഷൻ ആദ്യം എഴുതി. ഇനി ഹൈഫൻ വെച്ചിട്ട് ആ ഒരു നമ്പറിനെ ലെറ്ററിനെ സെപ്പറേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രോമോ, അവിടെ ഉണ്ടാവുന്ന ഹാലജൻ ആറ്റത്തിനെ എഴുതി ബ്രോമോ. പിന്നെ അതിൻ്റെ ആ ഒരു ഏതാണ് അരോമാറ്റിസിറ്റി അത് വെച്ചിട്ട് ടൊലുവിൻ എഴുതി. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ നെയിമിങ് വരുന്നത്. എൻ്റെ നാലാമത്തെ കോമ്പൗണ്ട് നിങ്ങൾ നോക്കൂ, ഇതേപോലെ തന്നെ പൊസിഷൻ മാറിയെന്നേ ഉള്ളൂ. നാലാമത്തെ പൊസിഷനിലായതിനെ കൊണ്ട് 4 ബ്രോമോ ക്ലോറോ ബെൻസീൻ. ഇവിടെ നോക്കൂ, ബെൻസീൻ എന്ന് വരാൻ കാരണം CH3 ഗ്രൂപ്പ് ഇല്ല അവിടെ അല്ലേ, അതുകൊണ്ട് ഇത് ബെൻസീൻ റിങ് മാത്രമാണ്. ആ ഒരു ബെൻസീൻ റിങ്ങിലാണ് 2 ഹാലജൻ ആറ്റം ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബ്രോമോ ഫസ്റ്റ് വരുന്നത് 4th പൊസിഷൻ ആൻഡ് ഫസ്റ്റ് പൊസിഷനിലായതിനെ കൊണ്ടാണ് ക്ലോറോന് സ്പെസിഫൈ ആയിട്ടുള്ള പൊസിഷന് മെൻഷൻ ചെയ്യാത്തത്. ഹെൻസ് ഇറ്റ് ഈസ് 4 ബ്രോമോ ക്ലോറോ ബെൻസീൻ ആയിരിക്കും. ഇത് ഫസ്റ്റ് ആൻഡ് 4th പൊസിഷനിലായതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്നത്, പാര എന്നായിരിക്കും പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ, ഇതൊരു CH3 ബെൻസീൻ റിംഗ് ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ടൊളുവിൻ ആയിരിക്കും വരുന്നത്. പിന്നെ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്, അപ്പോൾ ഡൈക്ലോറോ എന്തായാലും പ്രിഫിക്സ് ആയിട്ട് വരും. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പൊസിഷനാണ് നമുക്ക് നെക്സ്റ്റ് എഴുതേണ്ടത്. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് 2, ഫസ്റ്റ് 2 വരുന്ന, സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും ആയിട്ടാണ് ക്ലോറിൻസ് ഇരിക്കുന്നത്. ഹെൻസ് ദറ്റ് ഈസ് 2 for ഡൈക്ലോറോ ടൊലുവിൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, ഇവിടെയും 2 ഹാലജൻ ആറ്റംസാണ് വരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ. അതുകൊണ്ട് തന്നെ 1 2 2 ക്ലോറിൻ വരുന്നതിനെ കൊണ്ട് ഡൈക്ലോറോ. ഇതൊരു ബെൻസീൻ റിംഗ് ആണ്, ഹെൻസ് ഇറ്റ് ഈസ് ബെൻസീൻ. ഇതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നതിനെ കൊണ്ടാണ് ഇത് ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ എന്ന് പറയുന്നത്. ഇനി എൻ്റെ ലാസ്റ്റ് കേസ് വരുന്നത് ഫസ്റ്റ് ആൻഡ് 4th പൊസിഷനിൽ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്, അതുകൊണ്ട് 1 for ഡൈക്ലോറോ ബെൻസീൻ എന്ന് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ
ഹാലോ അരീൻസിൻ്റെ നോമൻക്ലേച്ചർ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് ചെറിയ രീതിയിൽ തന്നെ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഹാലോ ആൽക്കീൻസിനേക്കാളും ഹാലോ അരീൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നെയിമിങ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഹാലോ ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. പ്രിപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രം ഹൈഡ്രോ കാർബൺസിൽ നിന്ന് എങ്ങനെ ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഈ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോജിനേഷൻ എന്ന് പറയും ഈ ഒരു പ്രോസസ്സിനെ. ഹാലോജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഇൻ വിച്ച് വൺ ഓർ മോർ ഹാലജൻ ആറ്റം ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എൻ ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഒന്നോ അല്ല അതിലധികമോ ഹാലജൻ ആറ്റത്തിനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഹാലോജിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ടേക്സ് പ്ലേസ് ചെയ്യുന്നത് സൺലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. നിങ്ങൾ ഈ ഇതിൽ കണ്ടല്ലോ ഒരു എക്സാമ്പിൾ. ആദ്യം ഒരു ആൽക്കെയിൻ എടുത്തു. അതിലേക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ആറ്റത്തിൻ്റെ സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് വരുന്നത്. എന്നിട്ട് നമ്മളൊരു ഹാലോ ആൽക്കീൻ ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കുന്നതാണ് കമ്പൈൻ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹാലോ ആൽക്കീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹാലജൻ ആറ്റം പ്ലസ് ആൽക്കീനാണ്. ഹാലജൻ പ്ലസ് ആൽക്കീനാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈത്തീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽക്കീൻ പ്ലസ് ഹാലജൻ ആറ്റം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമുക്കൊരു പ്രൊഡക്റ്റായിട്ട് അതിൻ്റെ ഹാലോ ആൽക്കീൻ കിട്ടി. ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലോറോ ഈത്തൈൻ ആണ്. ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. നമ്മൾ ഈ ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഈ ക്ലോറിൻ്റെ കേസിൽ വരുന്നത്. ഇനിയിപ്പോൾ ബ്രോമിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ബ്രോമിനും ഒരു എന്താണ്? ഹാലജനാണ്. ഇവിടെ ബ്രോമിന് ആൽക്കീനുമായിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ. ഡയറക്റ്റ് ബ്രോമിനേഷൻ അവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ക്ലോറിനേഷൻ ആണെങ്കിൽ ഇവിടെ ബ്രോമിനേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആൽക്കീനുമായിട്ട് ഡയറക്റ്റ് റിയാക്ഷനിലാണ് ബ്രോമിന് വരുന്നത്. എന്നിട്ട് ഒരു ഹാലോ ആൽക്കീൻ വരുന്നുണ്ട്. ഹാലോ ആൽക്കീൻ ഇവിടെയുള്ള ഹാലജൻ എന്ന് വെച്ചാൽ ബ്രോമിനാണ്. അപ്പം ബ്രോമോ ഈതേനായിട്ടത് മാറുന്നുണ്ട്. കൂടാതെ HBr അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹാലജൻ ഗ്രൂപ്പിൽ തന്നെ അയഡിൻ ഉണ്ട്. പക്ഷേ അയോഡീനേഷൻ അത് പോസിബിൾ അല്ല. ആ ഒരു അയോഡൈഡിൻ്റെ ആ ഒരു റിയാക്ഷൻ വരുന്നത് അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ഫ്ലൂറിൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ അത് ഒട്ടും തന്നെ പോസിബിൾ അല്ല. കാരണം അതിൻ്റെ ഹൈ റിയാക്ടിവിറ്റി കാരണമാണ് അത് പോസിബിൾ അല്ല എന്ന് പറയുന്നത്. കാരണം ആ ഒരു റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അൺകൺട്രോളബിൾ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് ഇങ്ങനെയാണ് ഹാലോ ആൽക്കീൻസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇനി ആൽക്കഹോൾസ് നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ആൽക്കഹോൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഹാലോ ആൽക്കീൻസ് ബൈ ട്രീറ്റിംഗ് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്സ്, ഫോസ്ഫറസ് ഹാലൈഡ്സ് ഓർ തിയോണൈൽ ക്ലോറൈഡ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 3 ഇതിൽ വെച്ചിട്ടാണ് ഹാലോ ആൽക്കീൻസ് ആൽക്കഹോൾസിൽ നിന്ന് നമ്മൾ ഹാലോ ആൽക്കീൻസിനെ കൺവേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഡെഫിനിഷൻ മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് അതിൻ്റെ ഇക്വേഷൻസിൻ്റെ ഓരോ ഫസ്റ്റ് വരുന്നത് ഹൈഡ്രജൻ ഹാലൈഡ്സിൽ നിന്ന് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് ആ ഒരു ഹാലൈഡ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹൈഡ്രജൻ ഹാലൈഡ്സ് ആണല്ലോ. ഹൈഡ്രജൻ ഹാലൈഡ്സിൽ ആൽക്കീൻസിനെ എങ്ങനെ ആൽക്കഹോളിന് എങ്ങനെ ആൽക്കീൻസിനെ കൺവേർട്ട് ചെയ്തെടുക്കാം? ഹൈഡ്രജൻ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് എൻ ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് സച്ച് ആസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ടു പ്രൊഡ്യൂസ് ഹാലോ ആൽക്കൈൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽക്കഹോളുമായിട്ട് ഹൈഡ്രജൻ ഹാലൈഡ്സ് റിയാക്ട് ചെയ്യുമ്പോൾ എന്തിൻ്റെ പ്രസൻസിൽ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് ഉണ്ടാവും. ഇവിടെ യൂസ് ചെയ്യുന്നത് അൺഹൈഡ്രസ് ആയിട്ടുള്ള സിങ്ക് ക്ലോറൈഡാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും പിന്നെ ആൽക്കഹോൾ ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ്സും കൂടിയിട്ട് റിയാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റായിട്ട് ഹാലോ ആൽക്കീൻ കിട്ടും. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന എത്തനോളാണ്
ഇവിടെയുള്ള ആൽക്കഹോൾ എന്ന് വെച്ചാൽ എത്തനോൾ പ്ലസ് HCl ആയിട്ട് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡുമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്ലോറോ ഈതേൻ വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ഹാലോ ആൽക്കീൻ അല്ലേ. അതായത് ആൽക്കീൻ പ്ലസ് ഹാലജൻ ആറ്റം കൂടിയതാണ് ഇത് വരുന്നത്. അപ്പം ക്ലോറോ ഈതേൻ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് H2O ദാറ്റ് ഈസ് വാട്ടറും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിങ്ക് ക്ലോറൈഡ് ഉണ്ടല്ലോ അത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിയാക്ഷൻ ദസ് പ്രിവെൻറ്റ് ദി റിവേഴ്സ് റിയാക്ഷൻ അതുകൊണ്ട് തന്നെ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ആ ഒരു റിയാക്ഷന്. അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ഹാലൈറ്റ്സിൽ എങ്ങനെയാണ് നമുക്ക് ഹാലോ ആൽക്കീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഹാലോ ആൽക്കീൻസ് ആർ കൺവീനിയൻ്റ്ലി പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ആൻ ആൽക്കഹോൾ വിത്ത് എ ഫോസ്ഫറസ് ഹാലൈഡ്. ഇപ്പോൾ ഫോസ്ഫറസ് ഹാലൈറ്റ്സ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് PCl3, PCl5 or PbR3. ഇത് വെച്ചിട്ടാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് C2H5OH തനോള് ഫോസ്ഫറസ് ഹാലൈറ്റ്സ് PCl3 കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ക്ലോറോ ഈത്തൈന് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് H3PO3 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ എത്തനോളാണ് ഈ ഓരോ ഫോസ്ഫറസ് ഹാലൈറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ടൈം ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഈ ഒരു റിയാക്ഷൻ മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രം ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് വരുന്നത് ഹാലോ അരീൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ ഹാലോജിനേഷൻ ആ ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൻ്റെ ആലോജിനേഷൻ വഴിയാണ് കേട്ടോ നമ്മൾ ഹാലോ അരീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവും. യൂഷ്വലി നമ്മൾ അയൺ ഫില്ലിംഗ് അല്ലെങ്കിൽ അയൺ 3 ഹാലൈഡ്സ് ആണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നോക്കൂ, ദാറ്റ് ഈസ് ബെൻസീൻ ആണ്. ബെൻസീൻ റിംഗ് ഉണ്ട് ഇവിടെ ആൻഡ് പ്ലസ് ഒരു ഹാലജൻ കോമ്പൗണ്ട്. എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ക്ലോറിൻ ഓർ ബ്രോമിൻ, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൽ ഇത് X2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലോറിൻ എടുക്കാം. ക്ലോറിനുമായിട്ട് ഈ ഒരു ബെൻസീൻ റിങ് ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും പ്രൊഡക്റ്റായിട്ട്? ഇവിടെ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം എക്സ് ആയിട്ട് എടുക്കുന്നത് ബ്രോമിൻ ആണെങ്കിൽ ഇവിടെ ക്ലോറിൻ മാറ്റിയിട്ട് ബ്രോമിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് അത് കൂടാതെ നമുക്ക് HX, ക്ലോറിൻ്റെ കേസിലാണെങ്കിൽ ഇത് HCl ആയിരിക്കും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ബ്രോമിൻ്റെ കേസിലാണെങ്കിൽ HBr ആയിരിക്കും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹാലോ ബെൻസീൻ. അത് ഹൈഡ്രോകാർബൺസിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ അരീൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ ബെൻസീൻ ആൻഡ് അയഡിൻ്റെ കേസിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബെൻസീനും അയഡിനും കൂടിയിട്ട് ചെയ്യുമ്പോൾ അത് 2 തരത്തിലുള്ള റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ട്. അയഡോ ബെൻസിന് അത് പിന്നീട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കാണ് ഡയാസോണിയം സോൾട്ട് വെച്ചിട്ടാണ് പറയുന്നത്. ആരോമാറ്റിക് പ്രൈമറി അമീനെ NaNO2 ആയിട്ട് അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള HCl വെച്ചിട്ട് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ റിയാക്ഷനിൽ ഏർപ്പെടുന്നതാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ ഡയാസോട്ടൈസേഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അനിലിന് സോഡിയം നൈട്രേറ്റും പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ഷനിൽ അതിൻ്റെ പ്രസൻസിലാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് ആയിരിക്കും. ഡയാസോണിയം
ആയിട്ടുള്ള ഒരു ഹാലോ അരീൻസ് ആയിരിക്കും ഫോം ചെയ്തിട്ട് വരുന്നത്. ഇപ്പം മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ഹാലോ അരീൻസിൽ ഹൈഡ്രോ കാർബൺസിൽ നിന്ന് നമുക്ക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് നമുക്ക് ഹാലോ അരീൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. 2 എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഡയാസോണിയം സാൾട്ടിൽ നിന്ന് നമുക്ക് ഹാലോ അരീൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ദ ലോവർ ആൽക്കിൽ ഹാലൈഡ്സ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇവയൊക്കെ എന്തായിരിക്കും, CH3F ആൻഡ് CH3Cl ഒക്കെ എന്താണ്, റൂം ടെമ്പറേച്ചറിൽ ഗ്യാസ് ആയിരിക്കും, ഗ്യാഷ്യസ് ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ദ അതർ ആൽക്കിൽ ഹാലൈഡ്സ് കണ്ടെയ്നിങ് അപ് ടു C18, അതായത് കാർബൺ 18 വരെയുള്ള കാർബൺസിന് 18 വരെ കണ്ടെയ്ൻ ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ്സ് ആണെങ്കിൽ അവയൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ആൻഡ് ഹാവിങ് ഹൈ ബോയിലിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ അത്രയും കാർബൺ 18 വരെ ഉൾക്കൊള്ളുന്ന ആ ഒരു കോമ്പൗണ്ട്സിന് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ ആരിയൻസ് ആർ മോഡറേറ്റ്ലി പോളാർ മോളിക്യൂൾസ്. Still they are immiscible in water. It is due to their inability to form hydrogen bonds with water molecules. അപ്പോൾ എന്താണ്, ഇവ രണ്ടും മോഡറേറ്റ്ലി പോളാർ മോളിക്യൂൾസ് ആണ്. ഇമ്മിസിബിൾ ഇൻ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, വാട്ടറുമായിട്ട് അവർ മിസ്സിബിൾ അല്ല. കാരണം അതിൻ്റെ ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുമല്ലോ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള, അത് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല. അതിൻ്റെ ആ ഒരു ഇന്നബിലിറ്റി മൂലമാണ് ഇതിന് വാട്ടറുമായിട്ട് ഈ ഒരു ഹാലോ ആൽക്കീൻസും ഹാലോ ആരിയൻസും മിക്സ് ചെയ്യാൻ പറ്റാത്തത്. ആൻഡ് ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ഓഫ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ ആരിയൻസ് ആർ ഹയർ ദാൻ ദോസ് ഓഫ് ദെയർ പാരൻറ്റ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇതിൻ്റെ പാരൻറ്റ് ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നല്ലോ ബ്യൂറ്റെയിൻ അല്ലെങ്കിൽ പെൻറ്റീൻ, അതായത് ക്ലോറോ പെൻറ്റീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈഡ്രോ കാർബൺസ്, അതാണ് അതിൻ്റെ പാരൻറ്റ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ആ ഒരു ഹൈഡ്രോ കാർബൺസിനെക്കാളും മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് എന്തായിരിക്കും, ഇവയ്ക്ക് ഹയർ ആയിരിക്കും വരുന്നത്. ഇനി ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം നമുക്ക്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതിൽ ഫോളോയിങ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മളിപ്പം പഠിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷൻ ആൻഡ് ദി റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഹാലോ ആൽക്കീൻസിൻ്റെ അരീൻസിൻ്റെയും പറയുന്നത്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ substitution reaction are those in which an atom or a group of atoms from the reactant molecule is displaced by another atom or a group of atoms. അതായത് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഒരു അനദർ ആറ്റം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ, ട്രീറ്റിംഗ് ക്ലോറോ ഈതെയിൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണല്ലോ ഇത് ക്ലോറോ ഈതെയിൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ വേറൊരു മോളിക്യൂള് വെച്ചിട്ട് തന്നെ റീപ്ലേസ് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ആണ് വരുന്നത്. ഹിയർ ഇറ്റ് ഈസ്, ഇവിടെ നോക്കൂ, C2H5Cl എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോ ഈതെയിൻ. ഇതൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വെച്ചിട്ട് അല്ലേ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു Clനെ എങ്ങോട്ടേക്ക് മാറ്റി അതിന് പകരം ആ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് എത്തനോൾ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി ആ ഒരു കളഞ്ഞ ആ ഒരു ഇത് ക്ലോറിൻ അത് ക്ലോറിൻ അയോണായിട്ട് അവിടെ മാറുന്നു. അപ്പോൾ ഇതാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പറയുന്നത് എലിമിനേഷൻ ആണ്. കൂടാതെ ഉണ്ടല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമുക്ക് ഇവിടെ ഈ ഒരു റിയാക്ഷനിൽ ഹൈഡ്രോക്സൈഡ് അയോൺ ഉണ്ടല്ലോ, ആ ഒരു ഹൈഡ്രോക്സൈഡ് അയോഡ് OH എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ ന്യൂക്ലിയോഫില് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയോഫില് ആണ് നമ്മളെ ക്ലോറിൻ ആറ്റത്തിനെ ആ ഒരു ക്ലോറോ ഈതെയിന് മാറ്റിയത് അല്ലേ. ആ ഒരു ക്ലോറോ ഈതെയിന് മാറ്റി ക്ലോറൈഡ് അയോൺ ആക്കിയിട്ട് മാറ്റി പ്രതിഷ്ഠിച്ചല്ലോ.
ഇത്തരത്തിലുള്ള ആ ഒരു ഇതിനെയാണ് ഫ്ലോറൈഡ് അയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനദർ ന്യൂക്ലിയോഫിലെ തന്നെയായിരിക്കും. ഈ ഒരു സച്ച് റിയാക്ഷൻസിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ. ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം. ദാറ്റ് ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ OH, ഇതൊരു ന്യൂക്ലിയോഫിലയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആറ്റത്തിനെ ഇതിനെ നമ്മൾ റിമൂവ് ചെയ്ത് ഇത് അങ്ങോട്ടേക്ക് ചാടിയത്. അപ്പോൾ ഈ ഒരു റിമൂവ് ചെയ്തതും അനദർ ന്യൂക്ലിയോഫിലയാണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷനാണ് ന്യൂക്ലിയോഫിലർ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത് വരുന്നത് എലിമിനേഷൻ റിയാക്ഷനെ കുറിച്ചിട്ടാണ്. എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഹാലോ ആൽക്കെയിൻസ് ആർ heated with aqueous solution of potassium or sodium hydroxide, the major product formed is the alcohol produced by nucleophilic displacement of the halogen atom by HO negative. That is പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഇവിടെ നമുക്ക് KOH പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പ്രസൻസിൽ ആ ഒരു ആക്റ്റീവ് സൊല്യൂഷൻ പ്രസൻസിൽ ഹീറ്റ് ചെയ്യും നമ്മൾ ഹാലോ ആൽക്കെയിൻസിന്. ദാറ്റ് ഈസ് ക്ലോറോ ഇഥൈനാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ക്ലോറോ ഇഥൈന് അത് അതിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് OH ഗ്രൂപ്പ് വന്നിട്ടുള്ള ആയിരിക്കും വരുന്നത്. അതായത് ആൽക്കഹോൾ ആയിരിക്കും വരുന്നത്. ഇതും ന്യൂക്ലിയോഫിലിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹാലജൻ ആറ്റമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ക്ലോറോ ഈഥേൻ C2H5Cl. ഇതിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ ഇതെന്തായിട്ട് എത്തനോളായിട്ട് മാറി. ഇവിടെ എന്താണ് OH എന്താണ് ഇതിനെ റീപ്ലേസ് ചെയ്തു അല്ലേ. എന്നിട്ട് ഈ ഒരു OH പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിലുള്ള OH ഇവിടെ കയറി വന്നു Cl- അതിനെ റീപ്ലേസ് എലിമിനേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഇതിനെ എന്നിട്ട് എത്തനോളായിട്ട് ഫോം ചെയ്തു. അപ്പോൾ ഇതിനെയാണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിലും ക്ലോറോ ഈഥൈന് ഈത്തീനായിട്ട് മാറി. OH Cl-നെ മൊത്തത്തിൽ അത് എലിമിനേറ്റ് കളഞ്ഞു, ഇത്തീനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ആൽക്കഹോളിക് ആണ് കേട്ടോ. ആൽക്കഹോളിക് ആയിട്ടുള്ള ഇത് അക്വസ് സൊല്യൂഷൻ ആയിട്ടുള്ള പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിലാണ്. ഇത് ആൽക്കഹോളിക്കിലായതിനെ കൊണ്ടാണ് ഈത്തീനായിട്ട് ഫോം ചെയ്ത് വന്നത്. അതിൻ്റെ ഡബിൾ ബോണ്ട് പ്രസൻറ്റ് ചെയ്തിരുന്നത്. ക്ലോറിനെ മൊത്തത്തിൽ അത് എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് വരുന്നത് റിയാക്ഷൻസ് വിത്ത് മെറ്റൽസ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് കെയറാണ് കെമിക്കൽ കെയറാണ് വരുന്നത്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അയറീൻസ് റിയാക്ട് വിത്ത് എ വെറൈറ്റി ഓഫ് മെറ്റൽസ്. ഏതൊക്കെയാണ് മെറ്റൽസ് വരുന്നത്? സിങ്ക്, മാഗ്നീഷ്യം, ലിത്തിയം ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. അപ്പം ഈ ഒരു കോമ്പൗണ്ട്സ് ഒബ്റ്റെയിൻഡ് ഹാവ് എ മെറ്റൽ ആറ്റം ഡയറക്ട്ലി ബോണ്ടഡ് ടു എ കാർബൺ ആറ്റം. ഇത് ഡയറക്ട്ലി ആയിരിക്കും ആ ഒരു കാർബൺ ആറ്റമായിട്ട് കോമ്പൗണ്ടായിട്ട് ചേരുന്നത്. Such compounds in which the metal atom is directly bonded to a carbon atom are known as the organometallic compounds. എങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ട്സ് അതിൻ്റെ മെറ്റൽ ആറ്റമായിട്ട് ഡയറക്ട്ലി ബോണ്ട് ചെയ്യുന്നതിനെ നമ്മൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഓഫ് മാഗ്നീഷ്യം വിത്ത് ആൽക്കൈൽ ആൻഡ് അറൈൽ ഹാലൈഡ്സ് ആർ നോൺ ആസ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പോൾ ആൽക്കൈൽ അറൈൽ ഹാലൈഡ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മാഗ്നീഷ്യത്തിൻ്റെ ഒരു ഓർഗാനോ മെറ്റാലിക്സിനെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്ലോറോ ഈഥീൻ പ്ലസ് മാഗ്നീഷ്യം അല്ലേ. അതെന്താ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ഈഥൈൽ മാഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് വരുന്നത്. ഇനി നാലാമത്തെ ഒരു പ്രോസസ്സും കൂടിയാണ് ഇതിൽ വരുന്നത്. റിഡക്ഷൻ എന്നാണ് പറയുന്നത്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദി കറസ്പോണ്ടിങ് ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസ് എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് ആൽക്കെയിൻസ് ആയിട്ട് മാറുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബ്രോമോ ഈഥേൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ഈഥെയ്ൻ by using metal catalysts such as nickel or palladium or platinum, or by using hydroiodic acid in presence of a red phosphorus.
അപ്പോൾ റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോ ആൽക്കീന് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീനായിട്ട് മാറുന്നതാണ് ഈ ഒരു റിഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ബ്രോമോ ഈഥേൻ ഇതാണല്ലോ ബ്രോമോ ഈഥേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രോമിനെ അത് റിഡക്റ്റ് ചെയ്തു ആൻഡ് ഫോം ഇറ്റ് ഈസ് എ ആൽക്കെയിൻ. കൂടാതെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ആ ഒരു ബ്രോമിനും ഹൈഡ്രജനും കൂടിയിട്ട് HBr ആസിഡും കൂടെ വരുന്നത്. ഇത് കാറ്റലിസ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത് നിക്കൽ ഓർ പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം ആയിരിക്കും കേട്ടോ. ഇതേപോലെ തന്നെ അയഡിൻ്റെ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട് അയഡോ ഈഥെയിൻ, ഒരു അയഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഈഥെയിൻ മാത്രമായിട്ട് ആൽക്കെയിൻ മാത്രമായിട്ട് ഫോം ചെയ്തു ആൻഡ് അയഡിനെ നെക്സ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇത് റെഡ് ഫോസ്ഫറസിൻ്റെ കേസിലാണ്, അവിടെ റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിലാണ് സെക്കൻഡ് പ്രോസസ്സ് നടന്നിരിക്കുന്നത്. അപ്പം 4 കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഫസ്റ്റ് വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ വരുന്നത് എലിമിനേഷൻ, പിന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആൻഡ് ഫോർത്ത് വൺ വരുന്നത് റിഡക്ഷൻ ആണ്. ഈ 4 എണ്ണമാണ് ഇതിൻ്റെ കെമിക്കൽ കാരയിൽ വരുന്നത്. ഇനി എങ്ങനെ ഹാലോ ആൽക്കീൻസിനെ ഹാലോ അരീൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അതൊരു ചെറിയ സിമ്പിൾ ടെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അതിനെ രണ്ടിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിൽവർ നൈട്രേറ്റ് ആയിട്ടാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹാലോ ആൽക്കീൻസ് ഉണ്ടല്ലോ, അത് സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ AgNO3 ആയിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹാലോ അരീൻസ് ആണെങ്കിൽ ഇതിനോട് റിയാക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹാലോ ആൽക്കെയിൻ ആണോ ഹാലോ അരീൻ ആണോ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ്, ഹാലോ ആൽക്കീൻസ് അല്ലെ അതിൽ വരുന്ന ഒരു കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ മെയിനായിട്ട് 3 എണ്ണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം പറയുന്നില്ല. സം യൂസ്ഫുൾ ആയിട്ടുള്ള പോളി ഹാലോജൻ കോമ്പൗണ്ട്സ് ആണ്. അതിൽ ക്ലോറോഫോമിനെ കുറിച്ചിട്ട് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലോറോഫോം ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ദി സിംപ്ലസ്റ്റ് ഹൈഡ്രോ. ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ടല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തനാലായിട്ട് മാറുന്നുണ്ട്. എത്തനാൽ എന്ന് വെച്ചാൽ CH3CHO. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് എത്തനോൾ ഈസ് കൺവേർട്ടഡ് ടു ദി എത്തനാൽ. എത്തനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസെറ്റാൽഡിഹൈഡ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് എത്തനാൽ ടു ക്ലോറാലായിട്ട് മാറുന്നത്. ഈ ഒരു എത്തനാലിൽ എന്താണ് CH3CHO Cl2ൻ്റെ പ്രസൻസിൽ ട്രൈക്ലോറോ എത്തനാൽ അല്ലെങ്കിൽ CCl3CHO എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു CCl3CHO വിച്ച് കോൾഡ് ക്ലോറാൽ. അപ്പോൾ ഈ ഒരു എത്തനാൽ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ഗ്യാസുമായിട്ട് എത്തനാൽ റിയാക്ട് ചെയ്യുമ്പോൾ അത് 3 ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്യുന്നു വിത്ത് ക്ലോറിൻ ആറ്റം ആൻഡ് ടു ഫോം ദി ക്ലോറൽ. ഇനി സ്റ്റെപ്പ് 3 നിങ്ങൾ നോക്കൂ. ഈ ഒരു ക്ലോറാൽ ഉണ്ടല്ലോ, അത് എന്തുമായിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട്, ക്ലോറാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ CCl3 ഗ്രൂപ്പ് ഡിറ്റാച്ചസ് ദി CHCl3. അത് ഡിറ്റാച്ച് ചെയ്തിട്ട് CHCl3 ആയിട്ട് മാറുന്നു. എന്നിട്ട് റിമൈനിങ് പാർട്ട് ഉണ്ടല്ലോ, അത് എന്തായിട്ട് ഫോംസ് എ കാൽഷ്യം ഫോർമേറ്റ്. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും നമ്മുടെ ഈ ഒരു ക്ലോറാലും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, അത് CHCl3 ക്ലോറോഫോം ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ആ ഒരു CCl3 ഗ്രൂപ്പാണ് അതിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് CHCl3 ആയിട്ട് മാറുന്നത്. റിമൈനിങ് പാർട്ടാണ് ഈ ഒരു HCO2Ca എന്ന് പറയുന്നത്. അത് കാൽഷ്യം ഫോർമേറ്റ് ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ഇനി സ്റ്റെപ്പ് 4 നോക്കുന്നതാണെങ്കിൽ പ്രൊപ്പനോൺ CH3COCH3 ഇതെന്താണ്, റിയാക്റ്റിംഗ് വിത്ത് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തായിട്ട് മാറുന്ന ട്രൈക്ലോറോ പ്രൊപ്പനോൺ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അത് വീണ്ടും കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ട്
അതിൻ്റെ ക്ലോറോഫോമും പിന്നെ അതിൻ്റെ അസറ്റേറ്റുമായിട്ട്, കാൽഷ്യത്തിൻ്റെ അസറ്റേറ്റുമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലോറോഫോമിൻ്റെത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളോട് എക്സാമിൽ ചോദിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഫോമാറ്റിൽ എങ്ങനെ കാൽഷ്യം ഫോമാറ്റും ക്ലോറോഫോമായിട്ട് മാറുന്നത്, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇത് എഴുതി കൊടുക്കുക. എൻ്റെ രണ്ടാമത് വരുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻസിനനുസരിച്ച് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാലോ ആൽക്കീൻസിനെ അരീൻസിനെയും കുറിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ നെയിമിങ്, IUPAC നെയിമിങ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കെയറിനെ കുറിച്ചിട്ടും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി പഠിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു റിയാക്ഷൻസൊക്കെ തരാവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് നന്നായിട്ട് തന്നെ കേൾക്കുക, അതിനുശേഷം പഠിക്കാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു.